വിശുദ്ധ ഖുർആൻ പറയുന്നു, ഇസ്തിഗാസയുടെ രണ്ടാമത്തെ തെളിവ് പിടിച്ചോ. വിശുദ്ധ ഖുർആൻ വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമ. ആരാ ആയത്ത് വിശദീകരിക്കേണ്ടത്? ഞാൻ വിശദീകരിച്ചാൽ നിങ്ങൾക്ക് പറ്റൂല, നിങ്ങൾ വിശദീകരിച്ചാൽ എനിക്കും പറ്റൂല. പണ്ഡിതന്മാർ വിശദീകരിക്കാൻ. നിങ്ങൾ തന്നെ പ്രാമാണിക പണ്ഡിതനായി ഉദ്ധരിക്കുന്ന അല്ലാമ ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ പറയുന്നു, യുർഷിദു തആല, അല്ലാഹു തആല ഇവിടെ എന്താണ് പറയുന്നത്? അൽ ഉസാത്ത, മുഴുവൻ ദോഷികളോടും. അല്ലിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. അൽ ഉസാത്ത വൽ മുദ്നിബീന, മുഴുവൻ ദോഷികളോടും പറയുന്നു. ഇദാ വഖഅ മിൻഹുമുൽ ഖതഉ വൽ ഇസ്യാൻ, അവരിൽ നിന്ന് എന്തെങ്കിലും തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ തങ്ങൾ വഫാത്തായതോടു റസൂൽ അല്ലാതാകുന്നില്ല. ഇലർ റസൂലി, റസൂലിന്റെ അടുക്കലേക്ക് ചെല്ലണം. എന്നിട്ടോ വയസ്തഗ്ഫിറുല്ലാഹ ഇൻദഹു, അല്ലാഹുവിനോട് റസൂലിന്റെ അടുക്കൽ വെച്ച് പൊറുക്കൽ ചോദിക്കണം. കഴിഞ്ഞില്ല, നബിയോട് ചോദിക്കണം. അവർക്ക് പൊറുത്തു കിട്ടാൻ വേണ്ടി, അല്ലാഹു അവർക്ക് വേണ്ടി പൊറുക്കൽ ചോദിക്കാൻ വേണ്ടി നബിയോട് ചോദിക്കണം. നബിയോട് ചോദിക്കണമെന്ന് ദോഷികളോട്. ഇപ്പോ ദോഷം ചെയ്താൽ ദോഷിയാവൂലേ? ദോഷിയാകും. നമ്മൾ തെറ്റ് ചെയ്താൽ ദോഷിയാകും. ദോഷിയായാൽ ചോദിക്കണമെന്ന് അല്ലാമ ഇബ്നു കസീർ ഈ ആയത്തിന് അർത്ഥം വെക്കുന്നു. നമ്മൾ അർത്ഥം വെച്ചൊന്നും പരാതി വേണ്ട, മഹാനായ അല്ലാമ ഇബ്നു കസീർ അർത്ഥം വെക്കുന്നു. അതുകൊണ്ട് വഫാത്തായ നബിയോട് ചോദിക്കാമെന്ന് ഖുർആൻ ഉദ്ധരിച്ചു. അത് തഫ്സീർ സഹിതം ഞാൻ ഖുർആൻ ഉദ്ധരിച്ചു.